ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വീട്ടിലത്തെ അല്ലെങ്കിൽ ഓഫീസിലത്തെ വൈഫൈ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ അറിയാം നോക്കാം. എന്താ പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ ഓൾറെഡി വൈഫൈ കണക്റ്റാണ്, പക്ഷേ നമുക്ക് വൈഫൈ പാസ്വേഡ് അറിയില്ല. ലാപ്ടോപ്പിൽ മുമ്പേ കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് നമുക്ക് ഇപ്പോൾ ഇവിടെ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ട നിങ്ങളെ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. D-Link എന്ന വൈഫൈയോട് കണക്റ്റ് ആയിട്ടുണ്ട്. D-Link എന്ന വൈഫൈയുടെ കണക്റ്റാണ്. അതിന് നിങ്ങളൊന്നും എന്താ ചെയ്യാറെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. പ്രോപ്പർട്ടീസ് എടുക്കുന്നില്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് മൈ കമ്പ്യൂട്ടറിൻ്റെ താഴെ തന്നെ കണ്ട നെറ്റ്വർക്ക് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ട, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ അടിക്കാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം ഇതിൽ ഈ വൈഫൈൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ വൈഫൈയുടെ നിങ്ങളെ D-Link നിങ്ങൾ ഏതാണോ വൈഫൈ കണക്റ്റ് ആയിട്ടുള്ളത് അത് ഇവിടെ കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ വൈഫൈ പ്രോപ്പർട്ടീസ് എടുക്കാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം സെക്യൂരിറ്റി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്താണ് നമ്മളെ പാസ്വേഡ് കിടക്കുന്നത്. ഇതുണ്ട് നെറ്റ്വർക്ക് സെക്യൂരിറ്റി കീ എന്നാണ് നമ്മൾ പാസ്വേഡ്, അവിടെയാണ് പാസ്വേഡ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ടിക്ക് കൊടുത്തെങ്കിൽ നമ്മൾ പാസ്വേഡ് അവിടെ കാണിക്കും. ഇതാണ് നമ്മൾ പാസ്വേഡ് ഇത് കാണിക്കുന്നുണ്ടോ, ഇവിടെ ഷോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് അവിടെ കാണിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കിത് ഷോ ഒന്നും കൂടി കൊടുത്ത് കാണിക്കാം. നമ്മൾ പാസ്വേഡാണ് ഇതാണ് നമ്മളെ D-Linkൻ്റെ പാസ്വേഡ്. അപ്പം നിങ്ങൾക്ക് ഈ വിലപ്പെട്ട വീഡിയോ നിങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മളതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ബൈ. മറ്റൊരു വീഡിയോയുമായി നാളെ എത്തുകയാണ്. ഓക്കെ ബൈ.